നമസ്കാരം. എല്ലാ NTV പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 2025 മാർച്ച് മാസം 28-ാം തീയതി 1200-ാം ആണ്ട് മീനമാസം 14-ാം തീയതി വെള്ളിയാഴ്ച. ഇന്ന് നക്ഷത്രം വന്നിരിക്കുന്നതും പൂരുരുട്ടാതി നക്ഷത്രം വന്നിരിക്കുകയാണ്. പൂരുരുട്ടാതി നക്ഷത്രം നല്ല നക്ഷത്രമാണ്, ശുഭനക്ഷത്രമാണ്, ശുഭ ദിവസമാണ് വെള്ളിയാഴ്ച. വെള്ളിയെന്ന് പറഞ്ഞാൽ ശുക്രൻ്റെ ദിവസമാണ്. ദിവസത്തിനെല്ലാം പ്രാധാന്യമുണ്ട്. കാരണം ഓരോ ദിവസത്തിനും ഓരോ ഗ്രഹങ്ങൾക്ക് വീതിച്ചു കൊടുത്തിരിക്കുകയാണ്. ആ ഗ്രഹത്തിൻ്റെ ചൈതന്യം, ആ ഗ്രഹത്തിൻ്റെ പ്രകാശം, ആ ഗ്രഹത്തിൻ്റെ പവർ നിറഞ്ഞു നിൽക്കുന്ന ദിവസമാണ് അതാത് ദിവസങ്ങൾ. അതുകൊണ്ടാണ് നമ്മൾ ദിവസത്തിന് പ്രാധാന്യം കൊടുക്കുന്നത്. ശുക്രൻ എന്ന് പറഞ്ഞാൽ ശരിക്ക് അസുര ഗുരുവാണ്, ക്ഷിപ്രപ്രസാദിയാണ്, എന്ത് ചോദിച്ചാലും തരുന്ന ആളാണ്. ആ ശുക്രൻ്റെ ദിവസമാണ് ഇന്ന്. അപ്പോൾ ഇന്ന് നല്ല നക്ഷത്രം കൂടി ആയതുകൊണ്ടോ നമ്മൾ ഇന്ന് ഇറങ്ങുന്ന കാര്യങ്ങളും ഒക്കെ വിജയത്തിലേക്ക് വരും, സന്തോഷത്തെ തരും, സമാധാനം തരും, സ്വസ്ഥതയുണ്ടാവും. അപ്പോൾ നമ്മളിന്ന് ഇതൊക്കെ കിട്ടുമെങ്കിൽ പിന്നെ നമ്മൾ വെറുതെ ഇരിക്കരുത്, ഇതൊക്കെ വാങ്ങണം. അപ്പോൾ ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങണം, അതൊക്കെ നമുക്ക് പോസിറ്റീവായിട്ട് കലാശിക്കും. അപ്പോൾ ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്കോ ശരിക്ക് മീനമാസത്തിലെ പൂരുരുട്ടാതി നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് ബർത്ത്ഡേയിലൂടെ നമ്മൾ ചിന്തിക്കുന്നത്. വാർഷിക ഫലം നിങ്ങൾക്ക് വളരെ ഭാഗ്യദായകമായ ഒരു വർഷമാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു വർഷത്തെ വിനിയോഗിച്ചോളണം. എല്ലാ വർഷവും നമുക്കിങ്ങനെ കിട്ടണമെന്നില്ല. അപ്പോൾ ആ കിട്ടിയ വർഷത്തെ നമുക്ക് നമ്മളിപ്പോൾ ജീവിതയാത്രയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഹൈവേ ഒന്നും എപ്പോഴും കിട്ടുന്നില്ല. ചിലപ്പോൾ ഇട റോഡും കട്ടർ റോഡും ഹൈ റേഞ്ചും ഒക്കെ ആയിരിക്കും കിട്ടുന്നത്. ചിലപ്പോൾ കുറച്ച് ദൂരമേ നല്ല റോഡ് കിട്ടുള്ളൂ. ആ റോഡിൽ നല്ല പോലെ ഓടണം. ആ റോഡിനെ മാക്സിമം ചവിട്ടി നല്ല കവർ ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഇട റോഡിൽ കൂടി ഓടിയതിനെ കവർ ചെയ്ത് പോകാൻ പറ്റുള്ളൂ. ഈ ഒരു വർഷത്തിനകത്ത് കുറേ സന്തോഷപ്രദമായ അവസ്ഥകൾ നിങ്ങൾക്ക് വന്നു ചേരും. ഗ്രഹോപകരണങ്ങൾ വാങ്ങാനോ വാഹനം വാങ്ങാനോ അതുപോലെ വസ്തു വാങ്ങാനോ വീട് വെക്കാനോ ഒക്കെ കൊള്ളാം. അതിനൊപ്പം തന്നെ കല്യാണം നടക്കാത്തവർക്ക് വിവാഹത്തിന് ഏറ്റവും നല്ല സമയമാണ്. വിവാഹ ജീവിതത്തിൽ ചെറിയ അസ്വസ്ഥതകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതൊക്കെ പറഞ്ഞ് സോൾവ് ചെയ്ത് കളയാൻ പറ്റുന്ന സമയമാണ്. ഒന്ന് ഇരുന്ന് സംസാരിച്ച് ക്ലിയർ ആവുന്ന കാലഘട്ടമാണ്. കാരണം രണ്ടുപേരും ഉൾക്കൊള്ളാൻ തയ്യാറാവും. മറ്റൊന്ന്, വിവാഹം നടത്തിച്ചു കൊടുക്കാൻ നിൽക്കുന്നവർ, അച്ഛനാവട്ടെ അമ്മയാവട്ടെ സഹോദരനാവട്ടെ അമ്മാവനാവട്ടെ, അങ്ങനെ നിൽക്കുന്നവർക്ക് ഈ സമയത്ത് നിങ്ങളുടെ ദൗത്യം പൂർത്തീകരിക്കാൻ പറ്റും. അപ്പോൾ നല്ലൊരു ദിവസമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇന്നത്തെ ദിവസം ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ നമുക്ക് തടസ്സമൊന്നും വരാതിരിക്കാൻ വേണ്ടി രാവുകാലം നോക്കി വേണം യാത്ര തിരിക്കാൻ. 10:30 മണി മുതൽ 12 മണി വരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും 10:30 മണിക്ക് അല്ല, 11 മണി 2 മിനിറ്റിന് തുടങ്ങുകയുള്ളൂ. 12:32 രാവുകാലം തീരുകയുള്ളൂ. അതുപോലെ ഗുളികകാലവും യമകണ്ഠ കാല സമയവും എത്ര നല്ല ദിവസമായാലും ഒരു കാര്യത്തിനും എടുക്കരുത്. കാരണം അവർ പ്രശ്നമായിട്ട് അവർക്ക് അനുവദിച്ചു കൊടുത്തിരിക്കുന്ന പീരീഡാണ് എല്ലാ ദിവസവും. അപ്പോൾ അവരെ അങ്ങ് വെറുതെ വിടുക. അപ്പോൾ ഗുളികകാല സമയം വരുന്നത് 7:58 തൊട്ട് 9:29 വരെയും, യമകണ്ഠ കാല സമയം വരുന്നത് ഉച്ചയ്ക്ക് 3:30 മണി മുതൽ 5 മണി വരെയും. ഈ സമയം ഒരു കാര്യത്തിനും എടുക്കരുത്. ഇന്നും നമുക്ക് അഭിജിത്ത് മുഹൂർത്തമുണ്ട്. 12 മണി 6 മിനിറ്റ് തൊട്ട് 12:54 വരെ ഉണ്ട്. 48 മിനിറ്റ്, 4 മിനിറ്റ് നേരമേ കൊള്ളാതെ ഉള്ളൂ. 44 മിനിറ്റ് നമുക്കെടുക്കാം. അതേപോലെ തന്നെ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കണം. നല്ല വസ്ത്രം ധരിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് റെഡ് മിക്സ് ആയിട്ടുള്ള വസ്ത്രം ധരിക്കുമ്പോൾ എന്തു ചെയ്യും, വസ്ത്രധാരണത്തിന് പ്രാധാന്യമുണ്ട്. പ്രപഞ്ചത്തിൽ ശുക്രൻ്റെ ചൈതന്യം നിൽക്കുന്ന ആ ചൈതന്യം ആ കളർ ആഗിരണം ചെയ്യും, നമ്മളിലേക്ക് പോസിറ്റീവ് എനർജി ആഗിരണം ചെയ്യും. നമുക്ക് കുറച്ചുകൂടി ഉന്മേഷവും ഉണർവും നമ്മൾ പോകുന്ന കാര്യസ്ഥലത്ത് ഷൈൻ ചെയ്യാനും ഒക്കെ പറ്റും. അതുകൊണ്ടാണ് വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കാൻ പറയണേ. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും ശുക്രഭഗവാന്റെ അനുഗ്രഹത്താൽ ഐശ്വര്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.